അമ്മേ, നിന്റെ കുഞ്ഞ് ജീവിക്കുന്നു. എന്റെ കുഞ്ഞെ, അൽഹംദുലില്ലാഹ്. കാലങ്ങൾ കടന്നുപോയി. ആ കുഞ്ഞ് വളർന്ന് വലിയൊരു ചെറുപ്പക്കാരനായി. അവരാണ് യൂനുസ് നബി. അല്ലാഹു അദ്ദേഹത്തെ നീനവയിലെ പ്രവാചകനായി നിയോഗിച്ചു. ഓ ജനങ്ങളെ, നിങ്ങൾ സൃഷ്ടാവായ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുക. അവൻ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളാണ് നിങ്ങൾ നൽകുന്നത്. ബിംബങ്ങളെ ആരാധിക്കുന്നത് അവസാനിപ്പിച്ച് ഏകനായ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങുക. ജനങ്ങളെ, അല്ലാഹുവിലേക്ക് തിരിയുവിൻ. വിഷമിക്കാതിരിക്കും, അല്ലാഹുവിന്റെ സഹായം എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടാകും. എന്റെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഓർത്തുകൊള്ളുക, അല്ലാഹു ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തും. പിറ്റേന്ന് മുതൽ നബിയുടെ ശബ്ദം കേൾക്കാതായി. ആളുകൾ അത് അന്വേഷിച്ചതുമില്ല. നീനവയെ കാത്തിരുന്നത് മറന്നായിരുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ നബിയായി നിയോഗിച്ചപ്പോൾ ഖുറൈശികൾ കടുത്ത എതിർപ്പുമായി രംഗത്ത് വന്നു. മുൻപെങ്ങുമില്ലാത്ത പുത്തൻ ആശയങ്ങളുമായി വന്നുവെന്നാണ് അവർ ആരോപിച്ചത്. ദിവ്യ സന്ദേശം ഓതിക്കേൾപ്പിച്ചപ്പോൾ അവർ എതിർപ്പിന് ശക്തി കൂട്ടി. പുതിയതൊന്നും വേണ്ടെന്നും പഴയ ആചാരങ്ങളും വിശ്വാസങ്ങളും നിലനിന്നാൽ മതിയെന്നും അവർ മുറവിളിക്കൂട്ടി. നബിയെ നിയോഗിക്കുകയെന്നത് ഒരു പുതിയ കാര്യമല്ല. പൂർവിക സമൂഹങ്ങളിലെല്ലാം നബിമാർ നിയോഗപ്പെട്ടിട്ടുണ്ട്. ഇന്ന ഔഹൈന ഇലൈക കമാ ഔഹൈന ഇലാ നൂഹിൻ വന്നബിയ്യീന മിൻ ബഅദിഹി. നബിയെ, നൂഹിനും അദ്ദേഹത്തിന്റെ ശേഷമുള്ള പ്രവാചകന്മാർക്കും നാം സന്ദേശം നൽകിയതുപോലെ തന്നെ നിനക്കും നാം സന്ദേശം നൽകിയിരിക്കുന്നു. ഇബ്രാഹിം, ഇസ്മായിൽ, യഖൂബ് സന്തതികൾ, ഈസ, അയ്യൂബ്. ഖുർആൻ സൂറത്തുന്നിസായിലൂടെ അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു. യൂനുസ്, ഹാറൂൻ, സുലൈമാൻ എന്നിവർക്കും നാം സന്ദേശം നൽകിയിരിക്കുന്നു. ദാവൂദിന് നാം സബൂറും നൽകിയിരിക്കുന്നു. ശത്രുക്കളിൽ നിന്ന് പലതരത്തിലുള്ള എതിർപ്പുകൾ വന്നപ്പോൾ നബി തങ്ങൾക്ക് ഒരു ആശ്വാസമെന്ന നിലക്കാണ് പൂർവപ്രവാചകന്മാരുടെ ത്യാഗത്തിന്റെ ചരിത്രങ്ങൾ അല്ലാഹു അറിയിച്ചു കൊടുത്തത്. അക്കൂട്ടത്തിൽ യൂനുസ് നബിയുടെയും ത്യാഗത്തിന്റെ ചരിത്രം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം ഖുർആൻ വിവരിച്ചിട്ടില്ല. മാതൃകയ്ക്ക് വേണ്ടി ചിലത് മാത്രം ഖുർആൻ പറയുന്നു. നിനക്ക് നാം മുമ്പ് വിവരിച്ചു തന്നിട്ടുള്ള ദൂതന്മാരെയും നിനക്ക് നാം വിവരിച്ചു തന്നിട്ടില്ലാത്ത ദൂതന്മാരെയും നാം നിയോഗിക്കുകയുണ്ടായി. മൂസായോട്ട് അല്ലാഹു നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. പൗരാണിക കാലത്ത് കടന്നുപോയ പേർ പറയപ്പെട്ടവരും പറയപ്പെടാത്തവരുമായ എല്ലാ പ്രവാചകന്മാരും ചെയ്തത് ഒരേ കാര്യമായിരുന്നു. അവരെല്ലാം സജ്ജനങ്ങൾക്കായി പരലോകത്തെ മഹത്തായ പ്രതിഫലത്തിൽ സന്തോഷവാർത്ത അറിയിച്ചു. ധിക്കാരികൾക്കും അക്രമികൾക്കുമായി പരലോകത്തെ വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് താക്കീത്ത് നൽകി നാളെ പരലോകത്ത് വെച്ച് ഞങ്ങളിതൊന്നും അറിഞ്ഞില്ല എത്തിച്ച ജനങ്ങൾക്ക് അല്ലാഹുവിനെതിരെ കുർത്തം ആരോപിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത്ത് നൽകുന്നവരുമായ ദൂതന്മാരായിരുന്നു അവർ. ആ ദൂതന്മാർക്ക് ശേഷം ജനങ്ങൾക്ക് അല്ലാഹുവിനെതിരിൽ ഒരു ന്യായവും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണത്. അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാക്കുന്നു.
ഈ നിയമങ്ങളെല്ലാം നീനവായിലെ രാജാവിനും ജനങ്ങൾക്കും ബാധമായിരുന്നു. അവിടേക്കാണ് യൂനുസ് നബിയെ നിയോഗിക്കപ്പെടുന്നത്. അദ്ദേഹം നീനയുടെ മുക്കിലും മൂലയിലും സഞ്ചരിച്ച് അല്ലാഹുവിന്റെ സന്ദേശത്തിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. എന്നാൽ ജനം അത് സ്വീകരിച്ചില്ല, ധിക്കാരപൂർവം പെരുമാറി. ഒടുവിൽ സന്തോഷവാർത്തയും താക്കീതും ഫലം കാണാതെ വന്നപ്പോൾ കടുത്ത നിരാശയോടെ യൂനുസ് നബിയെ ആ നാട് വിട്ടു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതന്മാർ പ്രവാചകന്മാരാകുന്നു. അല്ലാഹു പ്രവാചകന്മാർക്ക് നൽകിയ ഈ ശ്രേഷ്ഠതയെക്കുറിച്ച് സൂറത്തുൽ അനാമിൽ എടുത്തു പറയുന്നുണ്ട്. സഗറിയ, യഹ്യ, ഈസ, ഇലിയാസ് എന്നിവരും സജ്ജനങ്ങളിൽപ്പെട്ടവരാകുന്നു. ഇസ്മായിൽ, അല്യസ, യൂനുസ്, ലൂത്തു എന്നിവരെയും നേർവഴിയിലാക്കി അവരെല്ലാവരെയും നാം ലോകരിൽ വെച്ച് ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അവരുടെ പിതാക്കളിൽ നിന്നും സന്തതികളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ചിലർക്ക് നാം ശ്രേഷ്ഠ നൽകിയിരിക്കുന്നു. അവരെ നാം വിശിഷ്ടരായി തെരഞ്ഞെടുക്കുകയും നേർമാർഗത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തിരിക്കുന്നു. യൂനുസ് നബിയുടെ പദവി നീനവായിലെ സാധാരണക്കാരെക്കാൾ എത്രയോ ഉന്നതമായിരുന്നു. ജീവിതത്തിലുടനീളം വിശുദ്ധി കാത്തുസൂക്ഷിച്ച ആ മഹാനായ പ്രവാചകനെ വിശുദ്ധ ഖുർആൻ പലയിടത്തും വാഴ്ത്തിപ്പറഞ്ഞിട്ടു. അന്ത്യപ്രവാചകൻ തങ്ങളുടെ സദസ്സിലും യൂനുസ് അനുസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ സഹോദരന്മാരെ, എന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ബിംബാരാധന തുടർന്നു ഞാൻ പറയുന്നത് ഇത്രയും കളവാക്കിത്തള്ളുന്നു. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ്. ഇക്കാര്യം നിങ്ങൾ നിങ്ങളുടെ രാജാവിനെ അറിയിച്ചുകൊള്ളുക. ഓഹോ, ശിക്ഷയോ? എപ്പോഴാണ് ഈ പറയുന്ന ശിക്ഷ ഇറങ്ങും? 40 ദിവസം കഴിഞ്ഞ്. ഇപ്പോൾ യൂനുസിനെ എങ്കും കാണാനില്ലല്ലോ. കമ്പിളി പുതച്ച് നടന്ന ആ ഫക്കീർ എവിടെ പോയി? പേടിച്ച് എവിടെയെങ്കിലും ഒളിച്ചു കാണും. വളരെ ദൂരം പിന്നിട്ട് കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ അല്പം വിശ്രമിക്കൂ. ഈ മലമൂത്ര വിസർജനത്തിന്റെ ആവശ്യം നേരിട്ടിരിക്കുന്നു. ഞാൻ ദാ ഇപ്പോൾ വരാം. വിജനമായ ഈ കാട്ടിൽ സ്നേഹിച്ചു ഇവിടെ പിടിച്ച് നമ്മുടെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ വിരുദ്ധമായ സ്ത്രീയാണ്. ഞാൻ വിശുദ്ധയായ സ്ത്രീയാണ്. അല്ലാഹുവിന്റെ പ്രവാചക ഭാര്യയാണ്. നിങ്ങളുടെ ഉമ്മ എവിടെ? ആരാണ് കൊണ്ടുപോയത്? എങ്ങോട്ട് പോയത്? അല്ലാഹുവേ, എന്റെ പ്രിയതമയ്ക്ക് ഒരു ആപത്തും വരുത്താതെ നീ കാത്തുകൊള്ളേണമേ. എങ്ങനെ അക്കരയെത്തും? തോണിയില്ല, ഒരാളെയും കാണാനുമില്ല. ഇനി നീന്തി അക്കരയെത്തുകയേ വഴിയുള്ളൂ. രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു കുട്ടിയെ തോളിലിരുത്തി അക്കരെ കൊണ്ടുപോയി ഇരുത്താം. എന്നിട്ട് മടങ്ങി വന്ന് രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടുപോകാം. അല്ലാഹുവിലുള്ള വിശ്വാസം. ഈ ചരിത്രത്തിന്റെ ബാക്കി അടുത്ത ഭാഗത്ത് തുടരും. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇസ്ലാമികപരമായ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് എത്തിക്കാൻ വീഡിയോകൾ ഷെയർ ചെയ്യും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്.
ഈ വീഡിയോ കാണുന്നവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.